എനിക്ക് ഇനിയിപ്പോൾ ഒന്ന് പല്ലൊക്കെ തേച്ച് ഒന്ന് സെറ്റാവണം. അത് ഞാൻ നേരെ പോയി എല്ലാം ചെക്ക് ചെയ്യണം. അത് തന്നെ കവറെടുക്കണമെന്ന് ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊന്നും അവിടെ എത്തി പരിപാടി അത് കഴിച്ചിട്ട് ക്ലീനാക്കണം. നാളെ വെള്ളിയല്ലേ. ഇന്നെന്തോ റോജ് സ്റ്റാർട്ട് മറ്റേ പുള്ളിയുടെ കാറും കംപ്ലൈൻ്റ് ആയി. ഇന്നലെ മെസ്സേജ് ഇട്ട് രാത്രി മെസ്സേജ് ഇട്ട് കാറ് കംപ്ലൈൻ്റ് ആയി. അയ്യോ പാവം. ഇവിടെ കുറച്ച് നേരം ഇരിക്കണം. ഞാൻ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് കയറ്റി ടയർ കാരണം ചെറുതാ പറയാൻ പറ്റും. വണ്ടി സ്പീഡിലല്ലേ പോകണം. സെറ്റാക്കി ഇതും കഴിക്കുക. ചീസ് ഇതൊക്കെ ഇട്ട് കഴിക്കുക. ഫോണും ചാർജില്ല. ജസ്റ്റ് പോയെന്ന് ഒരു റൗണ്ട് പഠിച്ചിട്ട് വന്ന് കഴിക്കുക. അത് തന്നെ ഫുഡ് റെഡി. ഉച്ചക്കുള്ള റെഡിയാക്കി. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇവിടെ കുഴപ്പമില്ല. ഇനി പുതിയതും കൂടി ഒന്ന് നോക്കാം. അവിടെ സെറ്റാണ്. ഇവിടെ സെറ്റാണ്. അടുത്ത് ജസ്റ്റ് പോയി നമ്മളാ ഓണാക്കണം. എയർ ആദ്യം എടുത്ത് വെളിയിൽ കളി പിന്നെ തുടങ്ങിക്കോ. പിന്നെ ഇപ്പോൾ പോയി സപ്ലൈ കട്ട് ചെയ്യുക. അറിയാലോ അതൊക്കെ എപ്പോഴും എടുക്കുന്നതാണ്. അതൊക്കെ അതും ചെയ്യും. നേരെ പോയി മോട്ടറൊക്കെ ഓഫ് ചെയ്യും. പമ്പുണ്ടല്ലോ. പമ്പോ മോട്ടറോ എന്തും പറയാം അതിനെ. ഫയർ എക്സ്റ്റിങ്ക്വിഷന് വേണ്ടിയുള്ള അതൊന്ന് ഓഫ് ചെയ്തിടുക. പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതെ സെറ്റാക്കിയിട്ട് ജസ്റ്റ് കൊണ്ട് വൈപ്പർ കൊണ്ട് പിടിച്ചാൽ മുട്ടാതെ എല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ടല്ലോ. ഈ ഫോട്ടോ എടുത്ത് വയ്ക്കുക. നാളെ അയച്ചു കൊടുക്കുക. അല്ല ഇപ്പോഴത്തേക്ക് എല്ലാം കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ചെറിയതായിട്ട് ഇപ്പം എന്തോ സൈസ് വെച്ച പോലെ ഇപ്പോഴാണ് നീ തോന്നിയത്. ശാലം കൂടെ വളർന്നു പുറത്തിറങ്ങി. ഇനി നേരെ ഒന്ന് ഞാൻ ഒരു ഫ്രൂട്ടൊന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കാൻ പോകണം. ഇത് റെഡി ആവണം. കാരണം കടയിലൊക്കെ വിൽക്കുക ഫ്രൂട്ട് വന്നു. ജസ്റ്റ് ഒന്ന് റൗണ്ട് കൊണ്ട് പോയി നോക്കിയിട്ട് ഇപ്പം നോമ്പ് തുടങ്ങി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫ്രീ ഫ്രൂട്ട്സ് കിട്ടും. അവിടെയും പോകണം. ജസ്റ്റ് ആദ്യം ഈ ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കണം. അതാണ് ഇപ്പോൾ പ്ലാൻ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുറിച്ചിട്ട് ഇതിനുമ്പ് ഇവിടെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മ വരും. ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയുക. മനസ്സിലായില്ല? അത് തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ അത് നിർത്തിയിരുന്നവർക്ക് വെള്ളത്തിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. ഉപയോഗമില്ല. അതുകൊണ്ട് ചെറിയൊരു വിഷമം അത്രയേ ഉള്ളൂ. അത് നോർമലാണല്ലോ. നമ്മളവസ്ഥയൊക്കെ അതേപോലെയൊക്കെ തന്നെ. എന്ന് ഉപയോഗം തീരുമോ എന്നെല്ലാവരും നമ്മളെയും ചവിട്ടി കയറി. അല്ലെങ്കിൽ സ്വന്തം സ്റ്റാൻഡിൽ നമ്മളൊന്ന് പിടിച്ച് നിന്നോളാം. സത്യമാണ്. ഭയങ്കര പാടാ. നമ്മളെ വാല്യൂ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്തോളണം. അല്ലെങ്കിൽ സർവൈവ് ചെയ്യൂല. സത്യമാണ്. ഇനി നേരെ വഴി പോയി ചെടി നോക്കാം. അതാണ് അങ്ങ് കാണുന്നില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് അത് തന്നെയാണ് നോക്കി പോണ ചെടി. ഇല്ല കേട്ടോ, ചൂട് ഒരു രക്ഷയില്ല. ഈ സമയത്തൊക്കെ നോമ്പൊക്കെ എങ്ങനെ പിടിക്കണമെന്നൊരു പിടിയില്ല കേട്ടോ. വെള്ളം കുടിക്കാതെ എങ്ങനെ ഇരിക്കുന്നു.
ഇത്തിരി ഡിഫിക്കൽട്ടാണ്. നമുക്കൊന്നും പിന്നെ അങ്ങനെ ചെയ്യണ്ടല്ലോ. റോഡിങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പേ വരാമ്പോഴേ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. റോഡ് പണി ഞാൻ പോകണമെന്ന് തോന്നുന്നു. എന്നിങ്ങനെ റോഡ് വരുമോ എന്താ? കാട്ട് റോഡ് ആൾ പോലും ഇല്ല. അവിടെയാണ് റോഡ്. നമ്മളവിടെ റോഡുള്ള അടുത്ത് പോലും 10 കൊല്ലം കഴിഞ്ഞാൽ പോലും അതിനെ റിപ്പയർ പോലും ചെയ്യൂല. ഇത് റോഡില്ലാത്ത സ്ഥലം വരുന്നു. എത്ര ദിവസം മുമ്പ്, ഒരു 3 മാസം മുമ്പ് ഇവിടെ റോഡ് പോലും ഇല്ലായിരുന്നു. അതിന് ശേഷം ഇവിടെ വന്നില്ല. അതുകൊണ്ട് നീ കറക്റ്റ് അറിഞ്ഞൂടാ എങ്ങനെയാണ്. നമ്മുടെ സ്റ്റേറ്റൊക്കെ എന്നിങ്ങനെയൊക്കെ ആവുമെന്തോ. ആവാൻ ആഗ്രഹമുണ്ട്, അവർ ചെയ്യുന്നില്ല. പക്ഷേ ഹൈറ്റ് നിൽക്കുക. ഈ സൈഡിലുള്ള എല്ലാം വെട്ടിക്കളഞ്ഞു, വെട്ടിക്കളഞ്ഞു. അപ്പുറ സൈഡും കൂടി നോക്കട്ട്. നല്ല ഹൈറ്റ് നിൽക്കുക. എത്തൂല, എങ്ങനെ നോക്കിയാലും എത്തൂല അത്. ഈ സൈഡിലും സ്ഥലം പുറത്ത് കിടക്കണം. അതിലെല്ലാം ഉണ്ടാകുന്ന നോക്കട്ടെ. അതിലും ഉണ്ടെങ്കിൽ അതെത്തും, ഇല്ലെങ്കിൽ നോക്കട്ടെ. ഒരെണ്ണം നിൽക്കണം, ഒരെണ്ണം. അതിനുവേണ്ടി ജോലിയും ചെയ്യണം. ഈ ഒരെണ്ണം നിൽക്കുന്നു. എന്ത് ചെയ്യും? പോവാമോ? എന്നിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്കാണെങ്കിൽ അറബി സംസാരിക്കാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. അറിയാത്ത ഞാൻ ചോദിച്ചു വാങ്ങിച്ചേനെ. ചുമ്മാ ഒരു രസമല്ല എങ്ങനെ പറയാൻ. ഇനി പോട്ട് ഇവിടെ നിന്ന് ഞാൻ ഫ്രൈ ചെയ്യാം. കടയിൽ നിന്ന് നോക്കാം. ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് കഴിക്കുന്നു. നമ്മളതല്ലല്ലോ. വെക്കും വണ്ടേ അല്ലേ. സെറ്റപ്പ് നല്ല പച്ചപ്പ്. എങ്ങനെ ഇതിന് പച്ചപ്പ് മാത്രം കിട്ടിയെന്ന് അറിഞ്ഞൂടാ. ചാവണമെങ്കിൽ കരിഞ്ഞ് ഇതുപോലത്തെ ചെടിക്ക് മാത്രം പച്ചപ്പുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ കിട്ടി. നേരെ പോവുക. ഇതിൽ വന്നു തുടങ്ങി. ഇവിടെ പറഞ്ഞ കൊള്ളയൊരു എണ്ണം കണ്ട നല്ല രീതിയിലുണ്ട്. ഇങ്ങനെ ഇതിലും വരും. 10, 13, 14 അടുപ്പിച്ച് വരും. വന്ന് തുടങ്ങിയതേ ഉള്ളൂ. പോയടുത്തങ്ങ് വന്നു. ഞാൻ പോയ കാര്യമൊന്നും നടന്നിട്ടില്ലാത്തപ്പോൾ എത്തുന്നില്ല. എന്നാൽ അന്ന് വന്ന സമയത്ത് അത് ഇത്തിരിയെങ്കിലും എത്തുമായിരുന്നു. ഇപ്പം അതിനെ എനിക്ക് തോന്നുന്നു വിളവായ സമയപ്പം വിട്ടിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പം എത്തുമായിരുന്നു കേട്ടോ. ആ സമയത്തെല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി. നമ്മളൊരാഗ്രഹം ഉണ്ടല്ലോ അതിൽ നിന്ന് പറിച്ച് കഴിക്കണമെന്ന്. അത് പോയി. അയ്യോ കുഴപ്പമില്ല, കടയിലുണ്ട്. പക്ഷെ അത് പറിച്ച് കഴിക്കുന്ന സുഖം കിട്ടും കേട്ടാ. അത് വേറൊരു സുഖമാണ്. അങ്ങനെ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി, നേരെ എടുത്ത് റോഡ് കയറാതെ. റോഡിൽ നിന്ന് എത്തിയതിനു ശേഷമാണ് കടയൊക്കെ പോയി നോക്കാൻ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. വെറൈറ്റി. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇവിടെ പിള്ളേർ കാണുന്നതാണ് കുളിക്കാൻ വേണ്ടി. എനർജി കാണൂലായിരിക്കും. ഫസ്റ്റ് ഡേ അല്ലേ, ആരത്തെ എനർജി കാണൂല. തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. കടകളൊക്കെ നല്ല തിരക്കാണ്. സ്റ്റാർട്ടിങ് അല്ലേ, എല്ലാവരും ഫ്രൂട്ട്സും എല്ലാം വാങ്ങിച്ചിട്ട് പോണതാ. ഫ്രൂട്ട് വാങ്ങി കടയിൽ വന്നതാ. എല്ലാം ഒന്ന് നോക്കി വാങ്ങിക്കുന്നത് തിരക്കുണ്ട് കേട്ടോ. വന്ന് സാധനം വാങ്ങിച്ചിട്ട് വന്ന് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. 5-10 മിനിറ്റ്.
അതാണ് എടുക്കാത്തത് വീഡിയോ. സൗണ്ട് പുറത്ത് പറഞ്ഞില്ല, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കും. ഇനി നേരെ പോയി സൺസെറ്റിൻ്റെ ഒരു വീഡിയോ എടുത്ത്. കാരണം രാജ്യത്തിലൊക്കെ അത് സൂര്യൻ ഫുള്ള് താഴണം, സൺറൈസ് ഡൗൺ ആവണം, എന്നാലേ തുടങ്ങുള്ളൂ. അതിന് മുമ്പേ പോയൊന്ന് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കണം, സൺസെറ്റിൻ്റെയും പിന്നെ ലൈറ്റൊക്കെ ഓണാക്കി ഒന്ന് സെറ്റ് ചെയ്യണം എല്ലാം. ഇട്ടൊന്ന് കമ്പ്യൂട്ടറിലാണോ നോക്കണം. അതേ ഇപ്പോഴേ പോയി ഒന്നെല്ലാം ഒന്ന് നോക്കി ലൈറ്റൊക്കെ ഓണാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് തന്നെ. അങ്ങനെ പെർഫെക്റ്റ് അല്ലേ? പക്ഷേ പെർഫെക്റ്റ് ആണ്, പക്ഷേ എന്നാൽ ഭംഗിയില്ല. മനസ്സിലായില്ല? അത് തന്നെ എല്ലാം സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം പുള്ളിയാണ്. പിന്നെ നോമ്പാവും മുറിക്കാൻ പോണ്, അവൻ്റെ കൂടെ ഞാനും പങ്കെടുക്കാൻ പോകണം. എന്നാൽ ഞാൻ നോമ്പ് എടുത്തോന്ന് ചോദിച്ചില്ല. നോ വേണ നമ്മളെ കൊണ്ടൊന്നും എടുക്കാൻ പറ്റുമോ? പങ്കെടുക്കണമെങ്കിൽ ഞാൻ പങ്കെടുക്കും, പക്ഷേ എടുക്കാൻ ചോദിച്ചാൽ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. നമുക്ക് അതിൻ്റെ ഗട്ട്സ് വേണം, അതൊന്നുമില്ല നമ്മൾ തലയിട്ട്. ബാക്കിയെല്ലാം സെറ്റാണ്. ഇനി അതും പോയി നോക്കി. അയ്യോ അലോബ് നോക്കിയില്ല, എന്നാലും ലെവലെന്തോ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒന്ന് ചെക്ക് ചെയ്തിട്ടത്, കാരണം കോൾ വിളിച്ച് പറയേണ്ടത്. ലെവൽ കുറയ്ക്കണം. ഞാൻ ഇപ്പോൾ വോയിസ് മെസ്സേജാണ് വിളിക്കും. ഇപ്പോൾ അവരെന്തായാലും പോകും തോന്നുന്നില്ല, കാരണം റോജർ ഇതായുണ്ട്. ജസ്റ്റ് വിളിച്ച് പറയാം, ചില മെച്ച് കിട്ടും. ഞാൻ പറയാം, ഇനിയിപ്പോൾ സൗണ്ട് പോകും, ഒരു വാങ്ങിക്കൊള്ളി എന്ന് പറയില്ല. അത് തന്നെ. ഇനി ഞാൻ പോട്ടെ, ഓക്കെ ബായ്. ഇനി അതൊക്കെ കഴിഞ്ഞ് വേറെ പരിപാടി എന്തിന്, അതും കൂടി കഴിക്കുക, പങ്കെടുക്കുക, അതൊക്കെ തന്നെ.